അറിയപ്പെട്ട ഒരു പേരാണ് വനശുക. ഇതൊരു ക്രീപ്പറാണ്, കാട്ടിലാണ് ഏറ്റവും കൂടുതലുള്ളത്. അതുമാത്രമല്ല ഇതിന് തിക്ക് ഹെയർസാണ്, ഇച്ചിങ് സെൻസേഷൻ ഉണ്ടാകും, അതുകൊണ്ടാണ് ആ പേര് വന്നത്. ഇനി മർക്കട, അതും ഇത് തന്നെ, കുരങ്ങന്മാരുടെ വാലിന് സമാനമാണ്, തിക്കായിട്ടുള്ള ഹെയർസ് ഉണ്ട്. അതുപോലെ ആത്മഗുപ്ത, അങ്ങനൊരു പേരുണ്ട്. ആത്മഗുപ്ത എന്ന് കേൾക്കുമ്പോഴത്തേക്കും നമ്മൾ വിചാരിക്കും ആരുടെയോ പേടിച്ച് ഭയന്ന് നിൽക്കുന്ന ഒരു സാധനമാണ്. പക്ഷെ അങ്ങനൊന്നുമല്ല, കാരണം ഇതിന് തിക്ക് ഹെയർസ് ആണ്, ഇതിന് തിക്കായിട്ടുള്ള ഫ്രൂട്ടാണ്. അപ്പോൾ ഇതിനകത്തുനിന്ന് ഇച്ചിങ് സെൻസേഷൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിനൊരു കെമിക്കൽ കോമ്പോസിഷൻ ഉണ്ട്, അത് അതിൻ്റെ ഡിഫൻസ് മെക്കാനിസം ആണ്. അപ്പം എന്ന് വെച്ചാൽ ആ ഡിഫൻസ് മെക്കാനിസം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മളിൽ നിന്ന് കൂടി അതിന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുള്ള ഒരു മാർഗമാണ്. ഇതാണ് അതിൻ്റെ സിനോണിംസ് എന്നൊക്കെ പറയുന്നത്. ഇനി നമുക്ക് എന്ത് പഠിക്കാം? ഇത് എവിടെയൊക്കെ കാണുമെന്ന് നോക്കാം. കാരണം ഇന്ത്യയുടെ എല്ലാ ഭാഗത്തും ഇതുണ്ടെങ്കിലും ട്രോപ്പിക്കൽ റീജിയൻസിലാണ് ഏറ്റവും കൂടുതലുള്ളത്. കാരണം ഇതൊരു പരാതമാണ്, ഡൈക്കോട്ടിലെഡനസ് പ്ലാന്റ് ആണ്, അതുപോലെ തന്നെ ടാപ്പ് റൂട്ട് നെർവസ് സിസ്റ്റം ആണ്. അപ്പം ഇതിന് ഇഷ്ടംപോലെ വെള്ളം ആവശ്യമുള്ളൊരു സാധനമാണ്. ഇനി ഇതിൻ്റെ മോർഫോളജി നോക്കുകയാണെങ്കിൽ എന്താ പറയുന്നത്, ഇതൊരു ക്രീപ്പറാണെന്ന് പറഞ്ഞാൽ അതൊരു ഹെർബേഷ്യസ് ക്രീപ്പറാണ്. അതുപോലെ തന്നെ ഒരു ആനുവൽ ക്രീപ്പറാണ്. അപ്പം ഇത് വെള്ളമുള്ള സമയത്ത് ഇത് കൂടുതൽ കാണും, എന്ന് വെച്ചാൽ മഴയുള്ള സമയത്ത്. പിന്നെ ഇതിൻ്റെ ബ്രാഞ്ച് എന്ന് പറയുന്നത് സ്ലെൻഡറാണ്. അത് ഇപ്പോൾ ഇതാണ് ഒരു പ്ലാന്റ് എന്ന് വിചാരിക്കുക. ഇതിൻ്റെ റൂട്ട് കഴിഞ്ഞിട്ട് ഇത് വളർന്നു വരുന്ന ആദ്യത്തെ ഭാഗങ്ങളിൽ ചിലപ്പോൾ അതിന് ഹെയർസ് ഉണ്ടാവാതിരിക്കാം. അതിനുശേഷം പിന്നെ എല്ലാം പോകുമ്പോഴത്തേക്കും ഇത് ഗ്ലാബ്രസെൻ്റ് എന്നാണ് അറിയപ്പെടുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെ ലീഫിലോട്ട് കിടക്കാം. നമ്മളിപ്പോൾ ഓരില കണ്ടിട്ടുണ്ട്, അതുപോലെ തന്നെ നോക്കോളൂ മൂവില കണ്ടിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ പ്രത്യേകത നോക്കൂ, ഈ ലീഫൊന്ന് നോക്കൂ, ട്രൈഫോളിയേറ്റാണ്. നോക്കൂ, 1, 2, 3. പക്ഷേ നായ്ക്കുരണയുടെ ലീഫ് ഓപ്പോസിറ്റാണ്. അതായത് ഈ ടെർമിനൽ ലീഫ് എന്ന് പറയുന്നത് ചെറുതും സൈഡിലുള്ളത് വലുതുമായിരിക്കും. ഇത് ഡൈക്കോട്ട് ആയതുകൊണ്ട് തന്നെ റെട്ടിക്കുലേറ്റ് വീനേഷൻ ആയിരിക്കും. ഇതാണ് അതിൻ്റെ പ്രത്യേകത. പിന്നെ ഇത് നമുക്ക് പറയാം, ഇത് ഗ്രീനാണ്. അതുപോലെ തന്നെ ഇതിൻ്റെ അടിയിലുള്ള ഒരു സിൽവറി ഗ്രേ കളറുള്ള ഹെയർസും കാണും. ഇത് മൂവിലാണ് ഞാനിപ്പോൾ പറയുന്നത്, നായ്ക്കുരണയുടെ പ്രോപ്പർട്ടിയാണ് പറയുന്നത്. ഇനി ഇൻഫ്ലോറസൻസ്, ഇത് റെസിമോസ് ഇൻഫ്ലോറസൻസ് ആണ്. അതായത് നമ്മൾ അരഗുതിയൊക്കെ കണ്ടു, അതായത് മേളിൽ വലിയ പ്ലാന്റ്, പിന്നെ അവിടെ നിന്ന് താഴ്ന്ന് പിന്നെ ഒറ്റ പ്ലാന്റൊക്കെ കാണത്തുള്ളൂ. അപ്പോൾ അതിനു മുമ്പ് ഒരു കാര്യം പറഞ്ഞു, ഈ ലീഫിൻ്റെ ലെങ്ത് നമ്മൾ നോക്കിയില്ല. ഈ ലീഫിന് മൊത്തത്തിൽ 7.5 to 12.5 സെൻറ്റിമീറ്റർ ലെങ്തും അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് ഒരു 5 to 7.5 സെൻറ്റിമീറ്റർ വരെ വരാം. ഇനി അതുപോലെ ഇത് നോക്കൂ, ഇതിപ്പോൾ ഒരു മാവല്ല എന്തെങ്കിലും ഒരു പ്ലാന്റ് ആയിക്കോട്ടെ. ഇതിൻ്റെ ഇവിടെ മുതൽ ഇതുവരെ അറ്റാച്ച് ചെയ്യുന്ന പോർഷനാണ് ഇതിൻ്റെ പീറ്റൂൺ. ഈ പീറ്റൂണിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് ഒരു 6 to 11 സെൻറ്റിമീറ്റർ ആയിരിക്കും നായ്ക്കുരണയ്ക്ക് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ഇവിടുന്ന് ചെറിയ ഒരു ഇല പോലെ തോന്നിക്കുന്ന ചില ഭാഗങ്ങൾ ഉണ്ടാവാറുണ്ട്, അതിനെ നമ്മൾ സ്കൈപ്പൂൾ എന്ന് വിളിക്കും. അതിന് ഏകദേശം ഒരു 5 mm മാത്രമേ ലെങ്ത് ഉണ്ടാവത്തുള്ളൂ. ഇനി നമുക്ക് ഇൻഫ്ലോറസൻസ് നോക്കാം. അതെന്ന് പറയുമ്പോഴത്തേക്ക് റെസിമോസ് ഇൻഫ്ലോറസൻസ് ആണ്. അപ്പോൾ കണിക്കൊന്ന എങ്ങനെയാണോ നിൽക്കുന്നത്, അല്ലെങ്കിൽ നമ്മളെ ഗ്രേപ്സ് എങ്ങനെയാണോ നിൽക്കുന്നത്, അതുപോലെ ആയിരിക്കും ഉണ്ടാവുന്നത്. അതിൽ 6 മുതൽ 30 വരെയുള്ള ഫ്ലവേഴ്സ് ഉണ്ടാവാം. അതുപോലെ തന്നെ 15 മുതൽ 30 വരെ സെൻറ്റിമീറ്റർ ലെങ്ത് വരാം. ഇത്രയേ ഉള്ളൂ. അപ്പോൾ അത് കഴിഞ്ഞ് ലീഫ് കഴിഞ്ഞു, ഇൻഫ്ലോറസൻസ് കഴിഞ്ഞു. ഇനി ഫ്ലവർ നോക്കാം. ഫ്ലവർ നല്ല രസമാണ് കാണാൻ, കാരണം ഇതിന് പർപ്പിൾ കളറാണ്. ഇതിന് ആദ്യമേ നമ്മൾ വെൽവെറ്റ് ബീ എന്നൊരു പേര് നമ്മൾ ഇട്ട് കഴിഞ്ഞു. അപ്പം ഇത് ഒരു ബഞ്ചായിട്ടായിരിക്കും ഇരിക്കുന്നത്, നല്ല ഭംഗിയായിരിക്കും ഇതിനെ കാണാൻ. അപ്പം ഇതിൻ്റെ നമുക്ക് മോർഫോളജി പെട്ടെന്ന് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ +2 പഠിച്ച ആ പഴയ സാധനം ഒന്ന് എടുക്കുക. ഇത് സൈഗോമോർഫിക്കാണ്, അതായത് ബൈലാറ്ററൽ സിമെട്രി. അതുപോലെ ബൈസെക്ഷൽ ഫ്ലവർ, രണ്ടും മെയിൽ ആൻഡ് ഫീമെയിൽ ഒരെണ്ണത്തിൽ തന്നെ കാണും. പിന്നെന്താ, അതിൻ്റെ കാലിക്സ് എന്ന് പറയുമ്പോഴത്തേക്കും 5 ആണ്. അതായത് കാലിക്സ് എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഫ്ലവറിൻ്റെ അറ്റത്തിരിക്കുന്ന ഒരു പച്ച കളറായിട്ടുള്ള സാധനമാണ്. അതും അതിൻ്റെ സെപ്പൽസ് 5 ഉള്ളതുകൊണ്ട് തന്നെ അത് ഫ്യൂസ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഗ്യാമോസെപ്പാലസ് എന്ന് വിളിക്കും. ഇനി അതിൻ്റെ കൊറോള എന്ന് പറയുന്നത് ആ ഫ്ലവറിൽ എത്ര ഇതളുകളുണ്ടെന്നാണ് നോക്കുന്നത്. അത് 1+2+2 എന്നാണ് ഇട്ടിരിക്കുന്നത്. അപ്പം അതിന് കാരണം എന്ന് പറയുമ്പോൾ ഇത് ഫാബേസിയ ഫാമിലി അല്ലെങ്കിൽ പാപ്പിലോണസിയ അതായതുകൊണ്ട് തന്നെ ഇതെന്താ, ഒരു സ്റ്റാൻഡേർഡ് പെറ്റൽ ഉണ്ടാവും, 2 വിങ് പെറ്റൽ ഉണ്ടാവും, ഒരു കീൽ പെറ്റലും ഉണ്ടാവും. ഇങ്ങനെയാണ് അതിൻ്റെ അറേഞ്ച്മെൻറ്റ്. അതുപോലെ തന്നെ ഇതിനകത്ത് ഒരു വെക്സിലറി ഈസ്റ്റിവേഷൻ ആയിരിക്കും ഇതിനകത്ത് കാണപ്പെടുന്നത്. അത്രയേ ഉള്ളൂ.
അതാണ് ഫ്ലവർ. ഫ്ലവർ കഴിഞ്ഞു. ഇനി അടുത്തത് ഫ്രൂട്ട്.